RDX തുടരുന്നു. അടുത്ത വിഷയത്തിലേക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a) അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം നൽകുന്നു. ഈ വാർത്താ ചാനൽ അടക്കം ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് ഭരണഘടന ഉറപ്പുതരുന്ന ഈ മൗലിക സ്വാതന്ത്ര്യത്തിലാണ്. നവമാധ്യമങ്ങളുടെയും സിനിമയടക്കമുള്ള വിനോദോപാധികളുടെയും അടിസ്ഥാനവും ഇതാണ്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സിനിമയിൽ വയലൻസിനെ മഹത്വവൽക്കരിക്കുന്നുവെന്നാണ് കേരള ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്. സിനിമയിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുന്നുവെന്ന പരാതി പുതിയതല്ല, അതിന് സിനിമയോളം പഴക്കം കാണും. അടുത്തിടെ ആ ആശങ്ക പല കോണുകളിൽ നിന്ന് ആവർത്തിക്കുന്നത് നമ്മുടെ സമകാലിക സാമൂഹ്യ സാഹചര്യങ്ങളോട് ചേർത്ത് വായിച്ചാണ്. സിനിമയിലെ അമിത വയലൻസ് കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? ഈ വിഷയമാണ് RDX ഇനി പരിശോധിക്കുന്നത്. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം 59 സെക്കൻഡിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സിനിമയിലെ അമിത വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് പരിമിതിയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് വയലൻസിനെ മഹത്വവൽക്കരിക്കുന്നതെന്നും ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സ്ക്രീനിലെ വയലൻസ് നിയന്ത്രിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷനാണ് ആവശ്യപ്പെട്ടത്. മലയാളത്തിൽ മാർക്കോ, പണി, RDX, ഹിന്ദിയിൽ കിൽ, അനിമൽ, തെലുങ്കിൽ പുഷ്പ, അങ്ങനെ അമിത വയലൻസ് കാഴ്ചകൾ കൂടി വരികയാണ്. അത്തരം സിനിമകളെല്ലാം പണം വാരി പടങ്ങളുമാകുന്നു. ആരാധകരിലേറെയും കൗമാരക്കാരും. ലഹരി ഉപയോഗ രംഗങ്ങളും അമിതമായി വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യ നിരക്കിന് ഇത്തരം സിനിമകൾ പ്രേരണയാകുന്നുണ്ടെന്ന വിമർശനം വ്യാപകം. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ശ്രദ്ധേയ നിരീക്ഷണം. RDX റാപ്പ് ന്യൂസ് മലയാളം. വയലൻസിന്റെ വാർത്തകളാണ് ഇവിടെ നിന്നും. ഇപ്പോൾ അല്പസമയം തന്നെ മുമ്പ് ഒരു ഭർത്താവ് ഭാര്യ അടക്കമുള്ള ആളുകളെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഭാര്യ ഷിബില മരിച്ചു. വയലൻസ് ആണ് വാർത്ത പ്രധാനമായിട്ടും വരുന്നത്. അതെ, അപ്പോൾ സിനിമക്കകത്തും ഇതാണ് ഉള്ളത്. നമുക്കത് പരിശോധിച്ചു വരാം. സ്ക്രീനിലെ ക്രൂരത ജീവിതത്തോട് ചെയ്യുന്നത് എന്ത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. സ്ക്രീനിലെ ക്രൂരത സംബന്ധിച്ച് ഒടുവിൽ ഹൈക്കോടതിയും പറഞ്ഞു. ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് സിനിമയിലെ വയലൻസിനെതിരായ നിലപാടാണ് ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ചത്. സിനിമയിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുന്നുണ്ട് എന്ന് തീർപ്പ് തന്നെ കോടതി പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ക്രൂരതയെ മഹത്വവൽക്കരിക്കുകയാണ് ചില സിനിമകൾ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് പരിമിതിയുണ്ട് എന്ന കാര്യം കൂടെ കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ വിജയ ഫോർമുല എന്ന് നമ്മൾ നോക്കേണ്ടി വരും. എന്തുകൊണ്ട് ചർച്ചയാകുന്നു? വയലൻസ് എൻ്റർടൈൻമെൻ്റ് ആയാണ് പരിഗണിക്കപ്പെടുന്നത്. അടുത്ത കാലത്ത് ഇൻഡസ്ട്രിയിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പ്രയോഗമാണിത്. വയലൻസ് എൻ്റർടൈൻമെൻ്റ് ആണ് എന്നത്. അങ്ങേയറ്റം ക്രൂരമായ രംഗങ്ങൾ നിറഞ്ഞ സിനിമകൾക്ക് വലിയ സ്വീകാര്യതയാണ് സമൂഹത്തിലാകെ തന്നെയും ഈ പ്രേക്ഷകർക്കിടയിൽ കിട്ടുന്നത്. മലയാളത്തിലും അന്യഭാഷകളിലും നിറയെ വയലൻസ് പടങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഹീനമായ ക്രൂരതയുടെ ചിത്രീകരണമാണ് സിനിമകളിലുള്ളത്. ക്രൂര കുറ്റകൃത്യങ്ങൾ നായക പരിവേഷത്തിൻ്റെ പുത്തൻ രസതന്ത്രമാണ്. നായകനെ ഹീറോയ്ക്കാക്കുന്നത് കുറ്റകൃത്യങ്ങൾ നടത്തുന്നതാണ്. കുറ്റകൃത്യങ്ങൾക്ക് സ്വാധീനമാകുന്നു സമൂഹത്തിലുമെന്ന് വ്യാപക വിമർശമാണ് ഈ സിനിമകൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യം. പ്രധാനമായിട്ടും ചർച്ചയായ സിനിമ മാർക്കോ. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേരി സംവിധാനം ചെയ്ത ചിത്രമാണ് മാർക്കോ. വമ്പൻ ഹിറ്റായിരുന്നു അത്. വയലൻസിൻ്റെ അതിപ്രസരം എന്ന വിമർശം സിനിമ ഇറങ്ങിയ കാലം തൊട്ട് ഇപ്പോൾ മുഴുവൻ കേൾക്കുകയാണ്. കുട്ടികൾക്കും ഗർഭിണികൾക്കുമെതിരായ അതിക്രമങ്ങൾ ആ സിനിമയിലുണ്ട് എന്നതാണ് മാർക്കോയെ ഒരു വ്യത്യസ്തമായ സിനിമയാക്കി മാറ്റിയത്. ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയത് A സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേ വലിയ തോതിൽ വമ്പൻ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത്. ബോക്സ് ഓഫീസിൽ വൻ വിജയം മാർക്കോ കരസ്ഥമാക്കി എന്നതാണ്. ടെലിവിഷനിലും OTTയിലും പ്രദർശിപ്പിക്കാൻ അനുമതിയില്ല ഈ വയലൻസിൻ്റെ അതിപ്രസരം കൊണ്ട്. പക്ഷേ അവിടെയൊന്നും ഇല്ലാതെ തന്നെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. ഭാര്യയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടെന്ന് തെലുങ്ക് യുവനടൻ കിരൺ അബ്ബാവരം മാർക്കോ സിനിമ കണ്ടതിനെ തുടർന്ന് പറഞ്ഞത് ആ ഘട്ടത്തിൽ വാർത്തയായിരുന്നു. ഇനി വയലൻസ് സിനിമ ചെയ്യില്ല എന്ന് മാർക്കോയുടെ നിർമ്മാതാവ് പിന്നീട് വലിയ വിമർശനമുയർന്നു വന്നപ്പോൾ പറഞ്ഞതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. സംവിധാനം ചെയ്തത് പണി എന്ന സിനിമയാണ് മറ്റൊന്ന് ചർച്ചയായത്. നമ്മുടെ നടൻ ജോജു ജോർജാണ് സംവിധാനം ചെയ്തത്. ബലാത്സംഗ രംഗങ്ങൾ അതിനകത്തുള്ളത് ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് കണ്ട ആളുകളെല്ലാം പറയുന്നു. അശ്ലീല സംഭാഷണങ്ങളും കൊലപാതകങ്ങളുമാണ് പണിക്കകത്ത് ആകെയുള്ളത്. വയലൻസ് നിറഞ്ഞിട്ടും UA സർട്ടിഫിക്കറ്റാണ്. A സർട്ടിഫിക്കറ്റ് മാർക്കോയ്ക്ക് A സർട്ടിഫിക്കറ്റ് എന്ന പോലെയല്ല. റൈഫിൾ ക്ലബിനും ഈ നിലയ്ക്ക് വിമർശനമുണ്ടായി. ആഷി കപൂറിൻ്റെ സംവിധാനമാണ് റൈഫിൾ ക്ലബ്ബ്. ചിത്രത്തിൽ അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡെ ഉൾപ്പെടെ വമ്പൻ താരനിര ഉണ്ടായിരുന്നു. നായാട്ടും റൈഫിൾ ക്ലബിലുണ്ടാകുന്ന സംഘർഷങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയമായി വന്നത്. ലഹരി ഉപയോഗം, വയലൻസ്, ദ്വയാർത്ഥ പരാമർശങ്ങൾ എന്നിവ ഉണ്ടായി എന്ന് ഈ സിനിമ കണ്ട ആളുകൾ വിമർശിക്കുന്നുണ്ട്. ചിലർ ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, നീരജ് വാദവർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ RDX ആണ് ഈ
ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിട്ട് വന്നത്. നീളൻ ആക്ഷൻ രംഗങ്ങൾ, മിണ്ടിയാൽ ഇടിക്കുന്ന കഥാപാത്രങ്ങൾ എന്നിങ്ങനെ വയലൻസോട് വയലൻസ് ആയിരുന്നു. RDXലെ നഞ്ചക്ക് ഉപയോഗത്തിൽ സ്വാധീനിക്കപ്പെട്ട് പുതിയ തലമുറ ചില അപകടങ്ങളിലേക്ക് പോയി എന്നാണ് വിമർശം പല ഭാഗത്ത് വരുന്നത്. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികൾ ഉപയോഗിച്ചത് നഞ്ചക്കായിരുന്നു. അത് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ സിനിമയുടെ സ്വാധീനമാണെന്ന്. പുഷ്പ, അല്ലു അർജുൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ, മൊത്തം ഇന്ത്യ ആകെ തന്നെ ഹിറ്റായിട്ടുള്ള സിനിമ, വലിയ വയലൻസ് ആണ് എന്ന പ്രതികരണം വന്നു. വയലൻസിൻ്റെ അതിപ്രസരമുണ്ട്, പക്ഷേ UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. ചന്ദനക്കടത്തുകാരനായിട്ട് അല്ലു അർജുൻ്റെ വേഷം പുഷ്പയിൽ വലിയ ഹിറ്റായിരുന്നു. വലിയ പാട്ടുകളൊക്കെയുള്ള നിയമവാഴ്ചയോടുള്ള വെല്ലുവിളി മഹത്വവൽക്കരിക്കുന്ന നായക കഥാപാത്രമാണ് എന്ന് പുഷ്പയെ പറ്റി പറയുന്നു. KGF ഉണ്ട്, കന്നഡ സൂപ്പർ താരം യാഷ് നായകൻ, സംവിധാനം പ്രശാന്ത് നീൽ. ഈ സിനിമയും അങ്ങനെ ചില ആളുകളെങ്കിലും പറഞ്ഞു. ഇറങ്ങിയ എല്ലാ ഭാഷകളിലും സൂപ്പർ മെഗാ ഹിറ്റാണ്. KGF 2 ഭാഗങ്ങളിലും വയലൻസിൻ്റെ അതിപ്രസരം ഉണ്ട്. KGF 2 ഭാഗങ്ങളിലും കൊലപാതകങ്ങൾ സാമാന്യവൽക്കരിക്കുന്ന സിനിമ എന്നാണ് വിമർശം ഉയർന്നു വന്നത്. ചില ഭാഗത്തു നിന്നെങ്കിലും രൺബീർ കപൂർ നായകനായ അനിമൽ ഈ നിലയ്ക്ക് വലിയ വിമർശമുണ്ടായ സിനിമയാണ്. വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊക്കെയുള്ള സിനിമ. രക്തത്തിൽ കുളിച്ച ഫ്രെയിമുകളാണ് അനിമലിൽ ഉണ്ടായിരുന്നത്. വലിയ വയലൻസാണ് ഇത് കാണിച്ചിരുന്നത്. അമിത വയലൻസ് കാരണം A സർട്ടിഫിക്കറ്റാണ് അനിമലിന് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു അനിമൽ എന്ന കാര്യം ശ്രദ്ധിക്കണം. വയലൻസ് തീമായിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു. സ്ക്രീനിലെ ക്രൂരത എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടേണ്ടത് എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് സെൻസർ ബോർഡ് എന്നെല്ലാവർക്കും അറിയാം. സെൻസർ ബോർഡ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നമ്മുടെ രാജ്യത്തെ സംവിധാനമാണ്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം മാത്രമേ സിനിമ പ്രദർശിപ്പിക്കുകയുള്ളൂ രാജ്യത്ത്. അതാണ് നമ്മുടെ നിയമം. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലാണ് സെൻസർ ബോർഡ് എന്നത് കാണണം. സിനിമയുടെ സ്വഭാവം അനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകും എന്നതാണ് സെൻസർ ബോർഡിൻ്റെ രീതി. യു എന്ന സർട്ടിഫിക്കറ്റ് നിയന്ത്രണം ഉണ്ടാവില്ല, എല്ലാവർക്കും കാണാം എന്നതാണ് യു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉണ്ടാവുക. UA നിയന്ത്രണങ്ങളില്ല, കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കാണാൻ അവിടെ ഒരു നിയന്ത്രണം ഉണ്ട്. UA 7+, UA 13+, UA 16+ എന്നിങ്ങനെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് നിയന്ത്രണമുണ്ട്. അതാണ് കൊടുക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കാണാം. ഒരു കാലത്ത് ഇത് ലൈംഗിക രംഗങ്ങൾ മാത്രമായിരുന്നു നോക്കിയിരുന്നത്, പക്ഷേ ഇപ്പോൾ വയലൻസ് കൂടെയുണ്ട്. പൊതുപ്രദർശനം ഉണ്ടാകില്ല എന്നാണ്. ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പിന് മാത്രം എന്ന സർട്ടിഫിക്കറ്റ് കൂടെ ഈ സിനിമകൾക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സാധാരണഗതിയിൽ വരുന്നതല്ല. സർട്ടിഫിക്കറ്റ് ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരാണ് ഒരു സിനിമയെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല, ഒരു സർട്ടിഫിക്കേഷനുമില്ല. സംസ്ഥാന സുരക്ഷയ്ക്കെതിരാണെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന നിലപാട് ഉണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തിനെതിരാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടായികയുണ്ട്. പൊതു ക്രമസമാധാനത്തിനും മാന്യതയ്ക്കുമെതിരാണ് ഈ സിനിമയെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അതെടുത്താൽ കിട്ടാൻ പോകുന്നില്ല. മാനനഷ്ടമോ കോടതി അലക്ഷ്യമോ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് തരികയില്ല. ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തരില്ല. പ്രധാനപ്പെട്ട ചോദ്യം സിനിമ സമൂഹത്തെ സ്വാധീനിക്കുമോ എന്ന സിനിമ ഉണ്ടായ കാലം തൊട്ടുള്ള ചോദ്യം പ്രധാനമായിട്ടും ഈ ഘട്ടത്തിൽ വരും. അടുത്തിടെ വലിയ ചർച്ചയ്ക്ക് വീണ്ടും ഇത് വഴിവെച്ചു. കാരണം സമൂഹത്തിൽ അതിക്രമമുണ്ട്, സിനിമയിലും അതിക്രമമുണ്ട്. ദൃശ്യം മോഡൽ ഭാഷയിലെ പുതിയ പ്രയോഗം എന്ന നിലയ്ക്ക് തന്നെ മാറി. പല കോടതി കേസിലും അങ്ങനെ വന്നു. ഏറ്റവും ഒടുവിൽ ഛാവ സിനിമ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയ സ്വാധീനം നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. സിനിമയിലെ ക്രൂര ചിത്രീകരണങ്ങൾക്ക് സമാനമായ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങനെ ചർച്ചയായത്. ആയുധങ്ങൾ ഉപയോഗിക്കാൻ മടിയില്ലാത്തവരായിട്ട് ചെറുപ്പക്കാർ മാറിയിട്ടുണ്ട് കുറേയേറെ. അത് സിനിമയുടെ സ്വാധീനമാണെന്ന് പറയുന്നു. ലഹരി ഉപയോഗം സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആവുകയാണ് എന്ന പ്രശ്നവും കൂടെ അതിനകത്തുണ്ട്. അതുകൊണ്ട് സിനിമയെ സ്വാധീനിക്കപ്പെട്ട് ലഹരിയും ആളുകൾ ഉപയോഗിക്കുന്നു എന്ന പ്രശ്നവുമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വരിക. ഹർഷൻ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ പൊതുസമൂഹത്തിൽ ആകെപ്പാടെയും തന്നെ ചർച്ചയുള്ളതാണ്. എന്താണ് തോന്നിയിട്ടുള്ളത്? ഇതിൽ കേവലം വയലൻസിനെ മാത്രം മുൻനിർത്തി ആ വിഷയത്തെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലതരത്തിൽ ഈ സിനിമകൾ സ്വാധീനിക്കാമല്ലോ. സിനിമയല്ലെങ്കിൽ സീരിയലുകൾ, ഇത്തരം സംഗതികൾ ഏതെങ്കിലും ഒക്കെ തരത്തിൽ സ്വാധീനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ കഴിഞ്ഞ ദിവസം അമ്പലത്തിലെ ഗാനമേളയെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നടന്ന ചർച്ചയിൽ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ സാംബശിവൻ്റെ പ്രസംഗം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിലൂടെയൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായി ഏത് ക്ഷേത്രത്തിൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഈ ഭജനകൾ സംഘടിപ്പിക്കാറുണ്ട്. ആ ഭജനകളിൽ സംഘപരിവാറിൻ്റെ ഗണഗീതങ്ങൾ പാടാറുണ്ട്. എന്തിനാണ്? ഇതെല്ലാം ഈ കലയിലൂടെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നാണ്. ആ നിലയ്ക്ക് കൃത്യമായൊരു സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെങ്കിൽ ഈ വയലൻസും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചേക്കാം. ഇപ്പോൾ ഛാവയുടെ കാര്യം തന്നെ എടുത്തു നോക്കും. ഛാവ കണ്ടു കഴിഞ്ഞപ്പോൾ കോട്ട കുഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും സമീപകാലത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഔറംഗസേബിൻ്റെ സ്മൃതി കുടീരം തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മുറവിളി ഉയരുന്നത് ഛാവ സിനിമയുടെ കൂടി തുടർച്ചയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് സ്വാധീനിക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും സൂക്ഷ്മാർത്ഥത്തിൽ ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ വിശാലമായ ഈ രാഷ്ട്രീയ തലത്തിന് അപ്പുറത്ത് സൂക്ഷ്മാർത്ഥത്തിൽ ഒരു വ്യക്തി അയാൾ ഒരു സിനിമ കണ്ടതിന് ശേഷം അതിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശാസ്ത്രം തന്നെ രണ്ട്
ചിന്തയിലാണ് നിൽക്കുന്നത്. ഒന്ന് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആളുകളെ സ്വാധീനിക്കാം, അവരെങ്ങനെ ക്രൈം ചെയ്യാം എന്നുള്ളതാണ്. അതേസമയം ഇപ്പുറത്ത് ഈ സ്വാധീനിക്കല്ല, മനുഷ്യന്റെ മൃഗതൃഷ്ണയെ പുറത്തു കളയാൻ ഇതൊക്കെ കാണുന്നത് നല്ലതാണെന്ന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞത്, അതായത് ഈ ഇതിൽ മാർക്കോയും റൈഫിൾ ക്ലബ്ബൊക്കെ ഒന്നിച്ചെഴുതിയതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മാർക്കോ ഞാൻ കണ്ടിട്ടില്ല, റൈഫിൾ ക്ലബ്ബ് എനിക്ക് കാണാവുന്ന സിനിമയാണ്, ഇപ്പോൾ കില്ലൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷേ ഈ മാർക്കോയ്ക്കകത്ത് കുട്ടികളെ ഗ്യാസ് കുറ്റി വെച്ച് ഇടിക്കുന്നു, ഗർഭിണിയുടെ വയറ് കീറുന്നു പോലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനേ പാടില്ലാത്തതാണെന്നുള്ള അഭിപ്രായമാണ്. പിന്നെ ആ സിനിമ കാണാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, വയലൻസ് ഈ സിനിമയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ കായൻ ആബേലിനെ കൊന്നു, അന്ന് സിനിമയുണ്ടോ ഇല്ലല്ലോ രേഖപ്പെടുത്തപ്പെട്ടു. അപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ ആർട്ടിസ്റ്റിക്കായിട്ടാണ് വയലൻസ് എടുക്കേണ്ടത്. ആർട്ടിസ്റ്റിക്കായിട്ട് വയലൻസ് എടുത്താലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സിനിമയായിട്ട് മാറി നിൽക്കും. ആ വയലൻസിനുള്ള ആഭിമുഖ്യമല്ല വളർത്തുക. പക്ഷേ ഇവിടെ ആ സിനിമ എടുക്കാൻ ആളുകൾക്ക് ആഘാതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികളെ കൊല്ലുകയും മറ്റുമാണ് ചെയ്യുന്നത്. നമുക്കിത് അവസാനിപ്പിക്കാം. അടുത്ത കാര്യങ്ങളിലേക്ക് പോകണം. സിനിമ മനുഷ്യരെ സ്വാധീനിക്കില്ലെന്നും കലാരൂപം എന്ന നിലയിൽ മാത്രമേ പ്രേക്ഷകർ പരിഗണിക്കൂ എന്നും വാദമുണ്ട്. പക്ഷേ സിനിമയിൽ എവിടെയോ പറഞ്ഞൊരു നിധി തേടി ആൾക്കൂട്ടം കുഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. സ്ക്രീനിൽ നിരന്തരം കാണുന്ന രക്തത്തോട് തോന്നുന്ന നിർവികാരത സ്വജീവിതത്തിലേക്ക് പടരുന്ന ആപത്സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇതിന് പരിഹാരം വേണമെന്നത് നിസ്തർക്കമാണ്. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാവകാശത്തെ ഹനിക്കാതെ ഇതെങ്ങനെ സാധ്യമാകും എന്നതാണ് പ്രസക്തമായ ചോദ്യം.